ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. നവരാത്രി 7ാം ദിവസമായ ഇന്ന് ദേവിയുടെ 7ാമത്തെ ഭാവം എന്താണ്? കാളരാത്രി സ്വരൂപമാണ് അല്ലേ? എല്ലാ ദുഷ്ടശക്തികളെയും പ്രേതഭാവങ്ങളെയും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ ഒക്കെ നശിപ്പിച്ച് ഭഗവതി നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. നമുക്ക് സംരക്ഷണമാണ് നൽകുന്നത് അമ്മ. കാളരാത്രി സ്വരൂപം ദേവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ദേവിയുടെ ഉഗ്രമായിട്ടുള്ള ഭാവമാണ് കാളരാത്രി സ്വരൂപം അല്ലേ? അത് കാണുമ്പോൾ നമുക്ക് പേടി വരെങ്കിലും അമ്മയുടെ ആ രൂപം നമ്മളെ സംരക്ഷിക്കാൻ, ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ദുഷ്ടന്മാരെ സംഹരിക്കാനും ഭക്തന്മാരെ സംരക്ഷിക്കാനും. അമ്മയ്ക്ക് 4 കൈകളാണുള്ളത്. അതുപോലെ അമ്മയുടെ വാഹനം കഴുതയുമാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാളരാത്രി സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു തരാം. മലയാളത്തിൽ കാളരാത്രി ദേവി ദുർഗാദേവിയുടെ 7ാം ദിവസത്തെ ഭീകര രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭാവം അന്ധകാരത്തെ നീക്കി ജ്ഞാനം നൽകുന്നവളാണ്. ഭക്തരുടെ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ശുഭഫലങ്ങൾ നൽകുന്നു. അങ്ങനെയുള്ള മാതൃസ്വരൂപമാണ് കാളരാത്രി സ്വരൂപം. ഇനി നമുക്ക് ദേവിയുടെ രൂപത്തെക്കുറിച്ച് ഒന്ന് വർണ്ണിച്ചു നോക്കാം. ത്രിലോചനങ്ങളുള്ള എന്ന് വെച്ചാൽ 3 കണ്ണുകളുള്ള ചതുർബാഹുവാണ് ദേവി. വാഹനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴുത. അതുപോലെ കാളരാത്രിക്ക് 4 കൈകളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ആ 4 കൈകളിലും ദേവിയുടെ കൈകളിലുള്ളത് ആയുധം കൊളുത്തിയ വജ്രവും വളഞ്ഞ വാളും അഭയ മുദ്രയും വരമുദ്രയുമാണ്. ആയുധം കൊളുത്തിയ വജ്രവും വളഞ്ഞ വാളും പിന്നെ വരമുദ്രയും അഭയമുദ്രയുമാണ് 4 കൈകളിലായിട്ട് ഉള്ളത്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തരോട് വാത്സല്യം കാണിക്കുന്ന മാതൃസ്വരൂപമാണ് ദേവി. ഇനി ദേവിയുടെ ശുഭഫലങ്ങളുണ്ട്, അപ്പം അതും കൂടെ ഒന്ന് നോക്കാം. എല്ലാവിധ ഭയങ്ങളും ദുരിതങ്ങളും അകറ്റി ശുഭമായ കാര്യങ്ങൾ നൽകുന്നത് കൊണ്ട് ദേവിക്ക് ശുഭംകരി എന്നും പേരുണ്ട്. അപ്പോൾ എല്ലാ ക്ലേശങ്ങളും ദേവിയെ ആരാധിച്ചാൽ മാറും. അതുകൊണ്ട് തന്നെ എല്ലാം ശുഭമാവുന്നത് കൊണ്ട് ശുഭംകരി എന്നും ദേവിക്ക് മറ്റൊരു നാമമുണ്ട്. അതുപോലെ ഇനി അടുത്തത് ശനിദോഷ പരിഹാരം. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ്. ശനിദോഷത്തിനൊക്കെ ദേവിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ കണ്ടകശനി, അഷ്ടമശനി തുടങ്ങിയ ശനിദോഷങ്ങൾ കാരണം കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഈ ദേവിയെ ആരാധിക്കുന്നത് പരിഹാരമാണ്. അപ്പം കാളരാത്രി സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടില്ലേ? നമ്മൾ പൊതുവേ നമുക്ക് തന്നെ അറിയാം, നഗ്നയായിട്ട് നിൽക്കുന്ന ദേവിയാണ് അല്ലേ കാളരാത്രി ദേവി എന്ന് പറയുന്നത്. വസ്ത്രങ്ങളൊന്നും അണിയാണ്ട് ഘോരമായിട്ടുള്ള രൂപം. കഴുത്തിലാണെങ്കിൽ മാലയ്ക്ക് പകരം എന്താണുള്ളത്? മനുഷ്യന്മാരുടെ എല്ലുകൾ മൊത്തത്തിൽ തൂക്കിയെടുത്തായിരിക്കും ഉണ്ടാവുക, അസ്ഥിക്കൂടം. അപ്പോൾ കാണുമ്പം ഭയങ്കരിയായിട്ടുള്ള ഘോരമായിട്ടുള്ള രൂപമാണെങ്കിലും അമ്മയ്ക്ക് ഒരു മാതൃസ്വരൂപമുണ്ട് അമ്മയുടെ ഉള്ളിൽ. ഈ രൂപം മാതാവ് എടുത്തത് തന്നെ എന്തിനാണ്? അസുര നിഗ്രഹണത്തിനാണ് അല്ലേ? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലവർ ദേവിയെ ഭയക്കേണ്ട ആവശ്യമില്ല. ആ ദുഷ്ടന്മാരെ ദേവി സംഹരിക്കുകയും നല്ലവരെ ദേവി സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ കാളരാത്രി എന്ന് കേൾക്കുമ്പോഴും ആ ദേവിയുടെ ഫോട്ടോ കാണുമ്പോഴും ഭയക്കേണ്ടതില്ല. ദേവി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അമ്മയുടെ രൂപം മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദേവിയെ നമ്മൾ ആരാധിക്കേണ്ട ചെറിയൊരു സ്തുതിയുണ്ട്. സ്തുതി എന്താണെന്ന് വെച്ചാൽ, യാ ദേവി സർവഭൂതേഷു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. യാ ദേവി സർവഭൂതേഷു മാ കാളരാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇനി ദേവിയുടെ ഒരു ചെറിയ മന്ത്രമുണ്ട്. ഓം ദേവി കാളരാത്രി രൂപിണ്യൈ നമഃ. ഓം ദേവി കാളരാത്രി രൂപിണ്യൈ നമഃ. മനസ്സിലായോ?
അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നെല്ലാവരും ദേവിയെ ഭക്തിയോടെ ആരാധിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, അമ്മേ ശരണം.